ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ആണ്. 8th സോഷ്യൽ സയൻസ് പാർട്ട് 1 ടെക്സ്റ്റ് ബുക്ക്. അതിലെ ആദ്യ ചാപ്റ്റർ ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ് എന്ന ചാപ്റ്ററിലെ ഫുള്ളായിട്ടുള്ള ചാപ്റ്റർ നമ്മളിവിടെ കവർ ചെയ്യുന്നുണ്ട്. 2 പാർട്ടുകളായിട്ടാണ് നമ്മൾ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. അപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മളിതിൽ വരുന്ന കംപ്ലീറ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ, അതുപോലെ ഇടയിൽ വരുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ്, ആക്ടിവിറ്റീസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണ് നിങ്ങളെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് നോക്കിയാലോ, ഇൻവേഷൻ ആൻഡ് റെസിസ്റ്റൻസ്. ആദ്യം തന്നെ നമുക്കിവിടെ വായിക്കാൻ വേണ്ടിയിട്ട് ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. ഇത് ആദ്യം നിങ്ങൾ വായിക്കണം. 1601 ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അവരുടെ ഫസ്റ്റ് എക്സ്പെഡിഷൻ ഈസ്റ്റ് ഇൻഡീസിലേക്കായിരുന്നു. ആഫ്റ്റർ സം 18 months, its 4 ships, Ascension, Dragon, Hector and Susan, had returned from Sumatra and Java with a cargo mainly of paper. അപ്പോൾ ഈസ്റ്റ് ഇൻഡീസിലെ അവിടെ നിന്ന് ഇവരുടെ 4 കപ്പലുകൾ പേപ്പറുമായിട്ട് മടങ്ങി. ഓക്കെ, ദി സക്സസ് ഓഫ് ദിസ് വെഞ്ചർ. അപ്പോൾ അത് സക്സസ് ആയല്ലോ. അങ്ങനെ അവർ രണ്ടാമതൊരു എക്സ്പെഡിഷൻ പ്ലാൻ ചെയ്യുകയാണ്. അതേ കപ്പലുകൾ ഉപയോഗിച്ചുകൊണ്ട് അവർ എന്ത് ചെയ്യാണ്, 1604 ലണ്ടനിൽ നിന്ന് അവർ യാത്ര തിരിക്കും. ആ ജേണിയിൽ തിരിച്ചു പോണത് ഹെക്ടർ ആൻഡ് സൂസൻ പറഞ്ഞ 2 കപ്പലുകളാണ് ആദ്യം സെറ്റ് ഓഫ് ചെയ്തത്. പക്ഷേ സൂസൻ എന്ന കപ്പൽ കടലിൽ മുങ്ങി. ഹെക്ടറിനെ അവർ റെസ്ക്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു വിത്ത് മോസ്റ്റ് ഓഫ് ദ ക്രൂ. പക്ഷേ അതിൽ ഒരുപാട് ആളുകൾ മരിച്ചിട്ടുണ്ടായിരുന്നു ആ കപ്പലിൽ. അങ്ങനെ 1606 മെയിൽ ഷിപ്സ് ലോഡഡ് വിത്ത് എ കാർഗോ ഓഫ് പെപ്പർ. ആ പെപ്പർ നിറച്ചൊരു കാർഗോ, ഗ്ലോവ്സ് ആൻഡ് നട്ട്മെഗ്സ് ഒക്കെയാണ്. അതെല്ലാമായിട്ട് ആ കപ്പലുകൾ ഇംഗ്ലണ്ടിൽ തന്നെ തിരിച്ചെത്തി. The company made a profit of 95% on their investment. 95% ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ പ്രോഫിറ്റ് അവർക്ക് കിട്ടിയെന്നാണ് പറയുന്നത്. സോ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പെപ്പറാണ് ഇവരിപ്പോൾ ഈ പറയുന്ന ഇവർ കപ്പൽ യാത്ര നടത്തിയിട്ട് ഇവർ പല രാജ്യങ്ങളിലും പോയി പിടിച്ചു കൊണ്ടുവന്നത് എന്തായിരുന്നു, ശേഖരിച്ച് കൊണ്ടുവന്നത് പെപ്പറാണെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഇനി ഈ മേലത്തെ ഈ സംഭവം വായിച്ചതിന് ശേഷം നിങ്ങൾക്ക് എന്താ മനസ്സിലായത്? ഡു യു സീ ഹൗ ദ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇൻ ഇംഗ്ലണ്ട് വിച്ച് ലേറ്റർ കോൺകേർഡ് ഇന്ത്യ. അപ്പോൾ എങ്ങനെയായിരിക്കും ഇവർ പിന്നീട് ഇന്ത്യ പിടിച്ചടക്കിയത്? നിങ്ങൾക്കൊരു സൂചന ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടാവും. അഫ്കോഴ്സ് ഇത് തന്നെയാണ് ഇവരിവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെറ്റ് us examine what prompted the English East India Company to trade in such a difficult condition. ആദ്യം പറയുകയാണെങ്കിൽ യൂറോപ്യൻസിന് ട്രേഡ് റിലേഷൻസ് ഉണ്ടായിരുന്നു ഓൾ ഓവർ ദി വേൾഡ് പഴയ കാലത്ത്. ഏഷ്യ ഇന്ത്യ അടങ്ങുന്ന ഏഷ്യൻ ഭൂഖണ്ഡവുമായിട്ടും ഏഷ്യൻ കോണ്ടിനെൻറ്റുമായിട്ടും യൂറോപ്യൻസിന്, അതായത് ബ്രിട്ടൻ, ലണ്ടൻ, ഇംഗ്ലണ്ട് എന്നൊക്കെ പറയുന്നത് യൂറോപ്യൻസ് തന്നെയാണ്. അപ്പോൾ യൂറോപ്യൻ കോണ്ടിനെൻറ്റിലുള്ള ആളുകളെ യൂറോപ്യൻസ് എന്ന് പറയും. ഏഷ്യൻ കോണ്ടിനെൻറ്റുമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്നു. ഈ ഒരു കണക്ഷൻസ് ലെഡ് ടു ദ ഡിസ്കവറി ഓഫ് ഈസ്റ്റ് വേർഡ് സീ റൂട്ട് ഫ്രം യൂറോപ്പ് ബൈ ദ എൻഡ് ഓഫ് 15th century. 15ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടു കൂടിയിട്ട് കപ്പൽ മാർഗം, സീ റൂട്ട്, കടൽ മാർഗം ഇവരൊരു വഴി കണ്ടുപിടിച്ചു ഇങ്ങോട്ട് ഏഷ്യയിലോട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്തുകൊണ്ടൊക്കെ ഇവർ പെട്ടെന്ന് കടൽ മാർഗം ഒരു വഴി കണ്ടുപിടിച്ചതിന് റീസൺ ടെക്നോളജിക്കൽ അഡ്വാൻസസ് ഇൻ യൂറോപ്യൻ ഷിപ്പ് ബിൽഡിംഗ് ആൻഡ് സെയിലിംഗ്. യൂറോപ്യന്മാർക്ക് ഷിപ്പ് ബിൽഡിങ്ങിലും സെയിലിങ്ങിലും ഉള്ള ടെക്നോളജിക്കൽ അഡ്വാൻസസ്, ഗ്രോത്ത് ഇൻ നോളേജ് അബൌട്ട് ജോഗ്രഫി. അവർക്ക് ഈ ജോഗ്രഫി, ഭൂഘടനയൊക്കെ നല്ല പിടിയായിരുന്നു, അതിനെക്കുറിച്ചൊക്കെ നല്ല അറിവുണ്ടായിരുന്നു. അഡ്വാൻസസ് മെയ്ഡ് ഇൻ കോമ്പസ് ആൻഡ് മാപ്പ് മേക്കിംഗ്. ഡയറക്ഷൻസ് അറിയാൻ കോമ്പസും മാപ്പും ഉണ്ടായിരുന്നു അവരുടെ കയ്യിൽ. ട്രാവൽ റൈറ്റിംഗ്സ് ബൈ വോയേജസ് പ്രൊവൈഡഡ് നോളേജ് അബൌട്ട് ന്യൂ ടെറിട്ടറീസ് ആൻഡ് ദെയർ വെൽത്ത്. പിന്നെ അതുപോലെ പല രാജ്യങ്ങളിലും സഞ്ചരിച്ച സഞ്ചാരികൾ ട്രാവൽ റൈറ്റിംഗ്സ് നടത്തി, വോയേജസ് അവരെഴുതി വെച്ച കാര്യങ്ങളിൽ നിന്നൊക്കെ കണ്ടുപിടിച്ച് ദ കമേഴ്ഷ്യൽ മാർക്കറ്റ് ഫോർ ഏഷ്യൻ പ്രോഡക്ട്സ് ലൈക്ക് പെപ്പർ ആൻഡ് യൂറോപ്പ്. ഏഷ്യയിൽ ലഭിക്കുന്ന പെപ്പറിന് യൂറോപ്യൻ മാർക്കറ്റിൽ നല്ല വിലയാണ്. കോൺക്വസ്റ്റ് ഓഫ് കോൺസ്റ്റാന്റിനോപ്പിൾ ബൈ ദി തുർക്കികൾ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കി. ദ പോർച്ചുഗീസ് വർ ദ ഫസ്റ്റ് യൂറോപ്യൻസ് ടു റീച്ച് ഇന്ത്യ ബൈ സീ. അപ്പോൾ ഇന്ത്യയിലേക്ക് കടൽ മാർഗം എത്തിയ ആദ്യ യൂറോപ്യൻസ് ആരായിരുന്നു? പോർച്ചുഗീസുകാരാണ്. പോർച്ചുഗലും എന്തുതന്നെയാണ്, യൂറോപ്യൻ കോണ്ടിനെൻറ്റിൻ്റെ ഭാഗമാണ്. അപ്പോൾ കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യൻസ് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ആദ്യം വന്ന ആളൊക്കെ നമുക്കറിയാം, വാസ്കോഡ ഗാമ പോർച്ചുഗീസുകാരനാണ്. അയാളാണ് കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ പോർച്ചുഗീസുകാരൻ. വാസ്കോഡ ഗാമയുടെ ജേണി ഇങ്ങനെയായിരുന്നു. അയാൾ അവിടെ നിന്ന് തിരിച്ച് എവിടെ എത്തിയെന്ന് കണ്ടല്ലോ. ഇനി ദ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഓഫ് വാസ്കോഡ ഗാമാസ് വോയേജ്. വാസ്കോഡ ഗാമ യാത്ര തിരിച്ചത് ലിസ്ബൺ, പോർച്ചുഗലിലെ ലിസ്ബണിൽ നിന്ന്. അദ്ദേഹം എത്തിയത് എവിടെ? കാലിക്കട്ട്, കോഴിക്കോട് അല്ലേ. നെക്സ്റ്റ് ഓഷ്യൻസ് ആൻഡ് കോണ്ടിനെൻറ്റ്സ് ഈ ട്രാവേഴ്സ്. അയാൾ സഞ്ചരിച്ച കടലും ഓഷ്യൻസും കോണ്ടിനെൻറ്റ്സും യൂറോപ്പ്, ആഫ്രിക്ക, ഏഷ്യ. ഓഷ്യൻസ് അറ്റ്ലാന്റിക് ഓഷ്യൻ ആൻഡ് ഇന്ത്യൻ ഓഷ്യൻ.
ഇനി വാസ്കോഡ ഗാമയുടെ ഇന്ത്യയിലേക്കുള്ള വോയേജാണ് നമ്മൾ പഠിക്കുന്നത്. 1498 വാസ്കോഡ ഗാമ എവിടെ എത്തി? കാപ്പാട് എത്തി. കോഴിക്കോട് കാപ്പാട് കടൽ തീരത്തിറങ്ങി. അദ്ദേഹത്തിൻ്റെ അറൈവൽ യൂറോപ്യൻകാരുടെ ഇന്ത്യയിലെ ഡോമിനൻസിന് കാരണമായി കേട്ടോ. ആ സമയത്ത് കോഴിക്കോട് ഭരിച്ചിട്ടുണ്ടായിരുന്ന ആരായിരുന്നു? സമൂറിൻ ഡൈനാസിറ്റിയാണ് കോഴിക്കോട് ഭരിച്ചിട്ടുണ്ടായിരുന്നത്. ആ ടൈമിൽ അറബികളായിരുന്നു. ശരിക്കും ആ ടൈമിൽ ബ്രിട്ടീഷുകാരോ അല്ലെങ്കിൽ യൂറോപ്യൻസോ ഒന്നും എത്തിപ്പെട്ടിട്ടില്ല. ആ ടൈമിൽ ഇവിടമായിട്ട് വ്യാപാര ബന്ധം ഉണ്ടായിരുന്ന അറബികൾക്കായിരുന്നു. അറബ്സ് ആയിരുന്നു ഫോറിൻ ട്രേഡ് കംപ്ലീറ്റ് കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ പോർച്ചുഗീസുകാർ വരുന്നു, സാമൂറിനോട് കച്ചവട അനുമതി ചോദിക്കുന്നു. സാമൂതിരി അത് റിജക്റ്റ് ചെയ്യുന്നു. പക്ഷേ അവരെന്ത് ചെയ്തു? അറബ്സ് ഗ്രാൻഡ് ദം എക്സ്ക്ലൂസീവ് ട്രേഡിംഗ് റൈറ്റ്സ് ഫോളോയിങ് ദിസ് വാസ്കോ ഡ ഗാമ ഒബ്റ്റെയിൻ പെർമിഷൻ ഫോർ ട്രേഡ് ഫ്രം ദ ദെൻ കോലത്തിരി കിങ്. അപ്പോൾ അവിടെ നിന്ന് മടങ്ങിയ ഗാമ എവിടേക്ക് പോയി? കണ്ണൂർ പോയി. കണ്ണൂർ ഭരിച്ചിട്ടുണ്ടായിരുന്ന കോലത്തിരി ആയിരുന്നു. കോലത്തിരിയിൽ നിന്ന് അയാൾക്ക് കച്ചവട അനുമതി കിട്ടി. സമൂറിൻ കോഴിക്കോടുള്ള ആൾ അത് റിജക്റ്റ് ചെയ്തെങ്കിലും കണ്ണൂർ കച്ചവടം ചെയ്യാൻ കോലത്തിരി സമ്മതിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനങ്ങളും പെപ്പറും എല്ലാം കുരുമുളകും എല്ലാം കളക്ട് ചെയ്ത് ഗാമ മടങ്ങി. വാസ്കോഡ ഗാമ റിട്ടേൺ ഹോം വിത്ത് ഗൂഡ്സ് വർ 60 times മോർ ദാൻ ദ കോസ്റ്റ് ഓഫ് ഹിസ് ജേർണി എന്നാണ് പറയുന്നത്. അതായത് അയാൾ ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവിടെ നിന്ന് കുറച്ച് പൈസയൊക്കെ കൊടുക്കുമല്ലോ വരാൻ വേണ്ടിയിട്ട്, ഗൂഡ്സൊക്കെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ 60 മടങ്ങ് ലാഭം ഉണ്ടാക്കിയിട്ടാണ് ഗാമ തിരിച്ചു പോയെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം എത്രത്തോളം ഇമ്പോർട്ടൻസ് അന്ന് കുരുമുളകിന് ഉണ്ടായിരുന്നു, എത്രത്തോളം മൂല്യം ഉണ്ടായിരുന്നു എന്നുള്ളത്. അങ്ങനെ ആ ഒരു പ്രോഫിറ്റ് അയാളെ വീണ്ടും ഇന്ത്യയിലേക്ക് വരാൻ എന്ത് ചെയ്തു? എൻകറേജ് ചെയ്തു. അങ്ങനെ സമൂറിൻ അപ്പോഴും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല? പോർച്ചുഗീസുകാർക്ക് ഇവിടെ ഒരു അനുമതി കൊടുത്തില്ല. അതുകൊണ്ട് തന്നെ സമൂറിനുമായിട്ട് പോർച്ചുഗീസുകാർ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. പോർച്ചുഗീസ് ഹാഡ് ടു ഫേസ് സ്റ്റിഫ് റെസിസ്റ്റൻസ് ഫ്രം കുഞ്ഞാലി മരക്കാർ. അപ്പോൾ ഇവിടെ പോർച്ചുഗീസുകാരെ തടഞ്ഞത് സമൂറിൻ്റെ നേവൽ ചീഫ്സ് ആയിരുന്ന കുഞ്ഞാലി മരക്കാർമാരായിരുന്നു. അപ്പോൾ സാമൂതിരിയുടെ നാവിക തലവന്മാരായിരുന്നു കുഞ്ഞാലി മരക്കാസ്. കുഞ്ഞാലി മരക്കാർ 1, 2, 3 ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ തടഞ്ഞു ഈ ആരേനെ? നമ്മുടെ പോർച്ചുഗീസുകാരനെ. ആഫ്റ്റർ ദി ഇറ ഓഫ് കുഞ്ഞാലി മരക്കാർ ദ പോർച്ചുഗീസ് ഡിഡ് നോട്ട് ഫേസ് മച്ച് ത്രെറ്റ് ഫ്രം ഇന്ത്യ. പക്ഷെ കുഞ്ഞാലി മരക്കാർമാരെ ഇവർ കൊന്നു. അതിൽ നിങ്ങൾക്ക് വായിക്കാൻ വേണ്ടി തന്നിട്ടുണ്ട്. പോർച്ചുഗീസുകാരുടെ ആ ഒരു ആക്രമങ്ങളെ ചേർത്ത് നിന്ന കുഞ്ഞാലി മരക്കാർമാരെ എന്ത് ചെയ്യുന്നുണ്ട്? ഇവരെ ആദ്യം പറയുന്നത് കുഞ്ഞാലി മരക്കാർമാർക്ക് പൊസിഷൻ ഉണ്ട്. കുഞ്ഞാലി തേർഡിനെ പോർച്ചുഗീസുകാർ തോൽപ്പിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ചാലിയങ്കോട്ട പിടിച്ചടക്കി. കുഞ്ഞാലി 4നെ പോർച്ചുഗീസുകാർ കൊന്നു കെട്ടിത്തൂക്കി ഗോവയിൽ. ഓക്കെ, അങ്ങനെ കുഞ്ഞാലി മരക്കാർമാർ മരിച്ചതോട് കൂടിയിട്ടാണ് പോർച്ചുഗീസുകാർ തലപൊക്കുന്നത് ശരിക്കും. പിന്നെ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയ കപ്പലുകളുടെ പേരുകളാണ് സൈഡിൽ കൊടുക്കുന്നത്. സാവോ ഗബ്രിയൽ, സാവോ റാഫേൽ, ബെറിയോ. ഈ 3 കപ്പലുകളിലായിട്ടാണ് ഗാമ ഇന്ത്യയിലേക്ക് വരുന്നത്. ഇനി പോർച്ചുഗീസ് ഇൻഫ്ലുവൻസിൽ ഇന്ത്യയിലേക്ക് ലഭിച്ച കുറച്ച് തിങ്സ് ആണ് മേലെ തന്നിരിക്കുന്നത്. ടേബിൾ മേശ, ചെയർ കസേര, അൽമിറ കബോർഡ് അലമാര, വിൻഡോ ജനൽ, പെൻ പേന, സാഗ് ചാക്ക്. ഇതൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്ന വേർഡ്സിൽ നിന്ന് വന്നതാണ്. The contact between India and Portuguese resulted in Malayalam receiving these words from the Portuguese language. ഓക്കെ, നെക്സ്റ്റ് അവർ ഇവിടേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത കാഷ്യൂ ട്രീ, പറങ്കിമാവ്, പപ്പായ, ഗുവ, പൈനാപ്പിളൊക്കെ അവർ കൊണ്ടുവന്നതാണ്. ഇവിടെ ഉണ്ടായ നാട്ടിലെ സാധനങ്ങളല്ല ഇത് കേട്ടോ. ഇതൊക്കെ പോർച്ചുഗീസിൽ ഉണ്ടായ സാധനങ്ങളാണെന്നാണ് പറയുന്നത്. പിന്നെ ആദ്യത്തെ യൂറോപ്യൻ കോട്ട ഫോർട്ട് മാനുവലാണ്. ഫസ്റ്റ് യൂറോപ്യൻ കോട്ട അത് കൊച്ചിയിലാണ് ഫോർട്ട് മാനുവൽ ഒരു പണി കഴിപ്പിച്ചത്. കൊച്ചി, ഗോവ, ദാമൻ ആൻഡ് ദിയു എല്ലാം പോർച്ചുഗീസുകാരുടെ കൺട്രോളിലായിരുന്നു. പ്രിൻറ്റിംഗ് ടെക്നോളജി ഇവർ പോപ്പുലറൈസ് ചെയ്തു. പിന്നെ ചവിട്ട് നാടകവും മാർഗം കളിയും പോപ്പുലറൈസ് ചെയ്തു. പിന്നെ യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ അവർ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. ക്രിസ്ത്യൻ റിലീജിയസ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് വാസ് സ്റ്റാർട്ടഡ്. ഇത്രയും കാര്യങ്ങൾ പോർച്ചുഗീസുകാരുടെ സംഭാവനകളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതാണ്. ഇനി പോർച്ചുഗീസ് കോണ്ടാക്റ്റിൽ ഇന്ത്യക്ക് ലഭിച്ച കുറേ കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. പൊളിറ്റിക്കൽ ഫീൽഡിലാണെങ്കിൽ ഫസ്റ്റ് യൂറോപ്യൻ ഫോർട്ട് മാനുവൽ ഫോർട്ട് കൊച്ചിയിൽ എക്സ്റ്റാബ്ലിഷ് ചെയ്തു. കൊച്ചി, ദാമൻ ആൻഡ് ദിയു, ഗോവയൊക്കെ അവരുടെ കൺട്രോളിലായി. അഗ്രികൾച്ചർ സെക്ടർ ആണെങ്കിൽ കാഷ്യൂ, ഗുവ, പൈനാപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നോളേജിലാണെങ്കിൽ പ്രിൻറ്റിംഗ് ടെക്നോളജി പോപ്പുലറൈസ് ചെയ്തു. ക്രിസ്ത്യൻ റിലീജിയസ് ആൻഡ് എഡ്യൂക്കേഷൻ സെൻറ്റേഴ്സ് സ്റ്റാർട്ടഡ്. ട്രെയിനിങ് വാസ് ഗിവൺ ഇൻ വാർ ടാക്ടിക്സ് ആൻഡ് യൂറോപ്യൻ വെപ്പൺസ്. കൾച്ചറൽ സെക്ടർ ആണെങ്കിൽ ആർട്ട് ഫോം സച്ച് ആസ് ചവിട്ടുനാടകം ആൻഡ് മാർഗം കളി വർ പോപ്പുലറൈസ്ഡ്. യൂറോപ്യൻ സ്റ്റൈൽ ഓഫ് കൺസ്ട്രക്ഷൻ വാസ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇതാണ് ഇതിൽ എഴുതേണ്ടത്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ശേഷം ഇന്ത്യയിലേക്ക് വരുന്നത് ഡച്ചുകാരാണ്.
അപ്പോൾ യൂറോപ്യൻസ് ഹു കെയിം ടു ഇന്ത്യ ആഫ്റ്റർ ദ പോർച്ചുഗീസ് വർ ഫ്രം ഹോളണ്ട്. അപ്പോൾ ഈ ഹോളണ്ടിൽ നിന്നുള്ള ആളുകളായിരുന്നു ഡച്ചുകാർ. നെതർലാൻഡ്സ് അവിടുത്തെ ഹോളണ്ടിൽ നിന്നുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡച്ചുകാരെന്ന് പറയുക. അവരെ ഡച്ചുകാരെന്ന് വിളിക്കുന്നു. അവരുടെ ഇന്ത്യയിലെ മെയിൻ ആയിട്ടുള്ള ട്രേഡിംഗ് സെൻറ്റേഴ്സ് പഠിക്കണം. നാഗപട്ടണം, ബറൂച്ച്, അഹമ്മദാബാദ്, ചിൻസുര ഇതെല്ലാമായിരുന്നു ഇന്ത്യയിലെ അവരുടെ മെയിൻ ട്രേഡിംഗ് സെൻറ്റേഴ്സ്. അങ്ങനെ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തി ഇന്ത്യയിലെ കച്ചവടം സ്വന്തമാക്കി. ഓക്കെ, അടുത്തത് ബാറ്റിൽ ഓഫ് കൊളച്ചിലാണ്. ഈ കൊളച്ചിൽ യുദ്ധം മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരുമായിട്ടായിരുന്നു. 1741 ട്രാവൻകൂർ ആയിരുന്നു അന്നത്തെ നാട്ടുരാജ്യം. ട്രാവൻകൂർ ഭരിച്ചിരുന്നത് മാർത്താണ്ഡവർമ്മ രാജാവും ഡച്ചുകാരും തമ്മിൽ കൊളച്ചിൽ യുദ്ധം നടക്കുകയാണ് കന്യാകുമാരിയുടെ അടുത്ത് വെച്ചിട്ട്. അവിടെ വെച്ചിട്ട് മാർത്താണ്ഡവർമ്മ ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ഡച്ചുകാർക്ക് ഇന്ത്യയിൽ സുപ്രമസി നഷ്ടപ്പെടുകയാണ്. ഇതാണ് ആദ്യ യുദ്ധം. ഫസ്റ്റ് ബാറ്റിൽ ഇൻ വിച്ച് യൂറോപ്യൻ പവർ ലോസ്റ്റ് ടു എൻ ഇന്ത്യൻ റൂളർ. ഒരു ഇന്ത്യൻ ഭരണാധികാരിയുടെ മുന്നിൽ യൂറോപ്യൻകാർ പരാജയപ്പെടുന്ന ആദ്യ യുദ്ധമാണ് ബാറ്റിൽ ഓഫ് കൊളച്ചൽ 1741. ആരൊക്കെ തമ്മിൽ? മാർത്താണ്ഡവർമ്മ ആൻഡ് ഡച്ച്. നെക്സ്റ്റ്, ഹോർത്തൂസ് മലബാറിക്കസ്. ഡച്ചുകാരുടെ ഒരു സംഭാവന, ഡച്ചുകാരുടെ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ആണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറഞ്ഞ ഒരു ബുക്കാണ്. ആ ബുക്കിൽ 742 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ച്, 742 കേരളത്തിൽ കാണുന്ന 742 മെഡിസിനൽ പ്ലാന്റ്സിനെ കുറിച്ചുള്ള അറിവുകൾ നൽകുന്ന ബുക്കാണ്. അത് തയ്യാറാക്കിയത് ഹെൻറിക് വാൻഡ്രീഡ് എന്ന അന്നത്തെ ഡച്ച് ഗവർണർ ആയിരുന്നു. പിന്നെ ഇ.ടി. അച്യുതൻ എന്ന് പറഞ്ഞ നമ്മുടെ രാജ്യത്തെ ഒരു മെഡിക്കൽ പ്രാക്ടീഷണർ അതിന് സഹായിച്ചിട്ടുണ്ട്. അപ്പുഭട്ട്, രംഗഭട്ട് ആൻഡ് വിനായക് ഭട്ട് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു ദ കമ്പോസിഷൻ ഓഫ് ദിസ് വർക്ക്. ഹോർത്തൂസ് മലബാറിക്കസ് വാസ് ദ ഫസ്റ്റ് ബുക്ക് ടു ബി പ്രിന്റഡ് വിത്ത് സം മലയാളം വേർഡ്സ്. ആദ്യമായിട്ട് മലയാളം അച്ചടിച്ച ബുക്കും കൂടി ഇതാണ്. പിന്നെ ഈ ഒരു ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്കും ഇംഗ്ലീഷിലേക്കും മാറ്റിയത് ഡോക്ടർ K.S. മണിലാലാണ്. ഇത്രയും കാര്യങ്ങൾ ഇതിൽ നിന്ന് പഠിച്ചു വെക്കുക. നെക്സ്റ്റ്, ഇ.ടി. അച്യുതനെ കുറിച്ച് പറയുന്നുണ്ട്. കടക്കറപ്പള്ളി വില്ലേജ് ചേർത്തലയിൽ ജനിച്ച ആളാണ്, ഇന്നത്തെ ആലപ്പുഴ ജില്ല. അടുത്തത്, ദിസ് ഇസ് എ പിക്ചർ ഫ്രം ഹോർത്തൂസ് മലബാറിക്കസ്. ഐഡന്റിഫൈ ദ പ്ലാന്റ് എന്നാണ് പറയുന്നത്. ഈ പ്ലാന്റ് പെപ്പറാണ്. ഇനി ഡച്ചുകാർക്ക് ശേഷം ഇന്ത്യയിൽ വരുന്നത് ഫ്രഞ്ചുകാരാണ്. ഡച്ചുകാർക്ക് ശേഷം ഫ്രഞ്ച് വരും. British and then the French came to India for trade. The war fought between British and the French for dominance. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും വരുന്നുണ്ടല്ലോ. അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ ഡോമിനൻസിന് വേണ്ടിയിട്ട് ഫ്രഞ്ചുകാരും ബ്രിട്ടീഷുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാട്ടിക് വാർ. പക്ഷെ ബ്രിട്ടീഷുകാർ അതിൽ പരാജയപ്പെടും. ആ റിസൾട്ടായിട്ട് ഫ്രഞ്ച് ഡോമിനൻസ് ആണ് ഉണ്ടാവുക, ഫ്രഞ്ചുകാർ ജയിക്കും. അങ്ങനെ പോണ്ടിച്ചേരി, യാനം, കാരക്കൽ, മാഹി എന്ന് പറയുന്ന 4 സ്ഥലങ്ങളിൽ ഫ്രഞ്ചുകാർ ഭരണം തുടങ്ങും. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് ഇന്ത്യയിലെ പോർച്ചുഗീസുകാരുടെ ഓക്യുപ്പൈ ചെയ്ത സ്ഥലങ്ങൾ, ഡച്ചുകാരുടെ, ഫ്രഞ്ചുകാരുടെ നിങ്ങൾ പഠിക്കണം. പോർച്ചുഗീസുകാരുടെ കൊച്ചി, ഗോവ, ദാമനൻ ദ്വീപ് ആണ് കേട്ടോ. ഡച്ചുകാരുടെ വരുന്നത് നാഗപട്ടണം, ചിൻസുര, അഹമ്മദാബാദ്, ബറൂച്ച്. ഫ്രഞ്ച് ആണെങ്കിൽ പോണ്ടിച്ചേരി, യാനം, മാഹി, കാരക്കലാണ് വരിക കേട്ടോ. അപ്പോൾ ഇത്രയും ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ കച്ചവടത്തിനായി വന്നവർ പിന്നീട് അധികാരം കൈയടക്കുകയാണ് കേട്ടോ. ഫ്രം ട്രേഡ് ടു പവർ ആണ്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിലേക്ക് വരുന്നത് 1600 ഏഷ്യയുമായി കച്ചവടം ചെയ്യാനാണ് ഇവർ വരുന്നത്. അങ്ങനെ കമ്പനിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ആദ്യം വരുന്നത് ക്യാപ്റ്റൻ വില്യം ഹോക്കിൻസ് ആണ്. അയാൾ വരും. അന്ന് ഇവിടെ ഭരിച്ച മുഗൾ ഭരണാധികാരി, അന്ന് മുഗൾ റൂളാണ്, ജഹാംഗീർ ആയിരുന്നു മുഗൾ റൂളർ. ജഹാംഗീറുമായിട്ട് എന്ത് ചെയ്യും? കച്ചവടാനുമതിയൊക്കെ നേടി ഗുജറാത്തിലെ സൂറത്തിൽ ഒരു ഫാക്ടറി പണി കഴിക്കാനുള്ള അനുവാദം തേടിയിട്ട് പോകും. കമ്പനി പിന്നീട് എന്ത് ചെയ്യുന്നു? ഇന്ത്യയിൽ അങ്ങനെ ആ പെർമിഷനൊക്കെ കിട്ടിയതിന് ശേഷം മദ്രാസ്, ബോംബെ, കൽക്കത്ത അവിടെയെല്ലാം കമ്പനി അവരുടെ ഭരണകേന്ദ്രങ്ങൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഓക്കെ, അങ്ങനെ പക്ഷെ അപ്പോഴും ഇവർക്ക് ഇവിടുത്തെ പൊളിറ്റിക്കൽ, രാഷ്ട്രീയപരമായിട്ടുള്ള അധികാരങ്ങളൊന്നും കിട്ടിയിട്ടില്ല. അത് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കുന്നത് 1757 1757 ഒരു യുദ്ധം ചെയ്യും. ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാണറിയോ? നവാബ് ഓഫ് ബംഗാൾ ഭരിക്കുന്നത് അന്ന് നവാബുമാരാണ്. സിറാജുദ്ദൗള എന്ന നവാബ്,
ബ്രിട്ടീഷുകാരും തമ്മിലാണ്. അതിൽ അയാൾ പരാജയപ്പെടും. സിറാജുദ്ദൗള ഡിഫീറ്റഡ് ആവുകയാണ്. അപ്പോൾ ഈസ്റ്റ് ഇന്ത്യ കമ്പനീൻ്റെ ആ യുദ്ധം നയിച്ചത് റോബർട്ട് ക്ലൈവ് ആണ് കേട്ടോ. റോബർട്ട് ക്ലൈവും സിറാജുദ്ദൗളയും തമ്മിൽ യുദ്ധം നടക്കും, പരാജയപ്പെടും നവാബ്. അങ്ങനെ ഇന്ത്യ അവരുടെ കൺട്രോളിലാവുകയാണ്. പിന്നെ ലാൻഡ് ടാക്സസ് ഇൻ അഗ്രികൾച്ചറൽ റിച്ച് ബംഗാൾ ഹെൽപ്ഡ് ദ ബ്രിട്ടീഷ് ബിൽഡ് അപ്പ് ദർ മിലിറ്ററി പവർ ആൻഡ് റേസ് മണി ടു കോൺകർ ദ റെസ്റ്റ് ഓഫ് ദ കൺട്രി വിത്ത് ദ ബാറ്റിൽ ഓഫ് ബക്സാർ. പിന്നെ 1764 ബക്സാർ യുദ്ധം നടക്കുകയാണ്. ആ ബക്സാർ യുദ്ധത്തിലൂടെ എന്തായി, ടാക്സസ് കളക്ട് ചെയ്യാനുള്ള അനുവാദം കൂടി ബ്രിട്ടീഷുകാർക്ക് കിട്ടുകയാണ്. ബീഹാർ, ബംഗാൾ, ഒഡീഷയിൽ ടാക്സ് കളക്ട് ചെയ്യാനുള്ള അധികാരം കൂടി ബ്രിട്ടീഷുകാരുടെ കയ്യിലാവുകയാണ്. അവരൊന്നുകൂടി സ്ട്രോങ്ങർ ആവും. The British defeated the combined forces of Mughal ruler Shah Alam II, the Nawab of Oudh, Shuja'ud-Dawla, the Nawab of Bengal, Mir Qasim in this battle. ഈ ബക്സർ യുദ്ധത്തിൽ മുഗൾ റൂളറായ ഷാ ആലം സെക്കൻഡ്, പിന്നെ നവാബ് ഓഫ് ഔദിലെ നവാബ്, ഷുജാഉദ്ദൗള, അങ്ങനെ ഇവരെല്ലാം പരാജയപ്പെടുത്തുകയാണ് ആര്, നമ്മുടെ ബ്രിട്ടീഷുകാർ. റോബർട്ട് ക്ലൈവ് വളരെ ശക്തനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു കോട്ടിങ്സ് ആണിത്. സെൻഡ് മീ 2000 സോൾജേഴ്സ്, ഐ വിൽ കോൺകർ ഇന്ത്യ. എനിക്ക് 2000 പട്ടാളക്കാരെ തരൂ, ഞാൻ ഇന്ത്യ കീഴടക്കാം എന്ന് അയാൾ പറഞ്ഞതാണ്. അപ്പോൾ അയാളായിരുന്നു ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ മിലിറ്ററി കമാൻഡർ ആ ടൈമിൽ. സോ വൈ ഡു യു തിങ്ക് ഹി കമൻറ്റഡ് ലൈക്ക് ദിസ്? എന്തുകൊണ്ടാണ് അയാൾ ഇങ്ങനെ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവുക? സിമ്പിളാണ്. ഡിസ്യൂണിറ്റി എമംഗ് ഇന്ത്യൻ പ്രിൻസ്ലി സ്റ്റേറ്റ്സ്. അന്ന് ഇന്ത്യ നാട്ടുരാജ്യങ്ങളായിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. അത് നമ്മളുടെ നാട്ടുരാജ്യങ്ങൾ തമ്മിലെ ഒരു യൂണിറ്റിയോ ഐക്യമോ ഉണ്ടായിരുന്നില്ല. ഈസി ആയിട്ട് ഇന്ത്യ പിടിച്ചടക്കാമെന്ന് ക്ലൈവ് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രമസി ഓഫ് ദ ബ്രിട്ടീഷ്. ഇപ്പോൾ ബ്രിട്ടീഷുകാർക്ക് മിലിറ്ററി ആൻഡ് ടെക്നോളജിക്കൽ സുപ്രമസി കൂടുതലായിരുന്നു. സോ അതുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയുന്നത്. ഇനി പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആൻഡ് ദ കമ്പനിയാണ് നാട്ടുരാജ്യങ്ങളും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും. സോ ഇന്ത്യയിൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സ് ആണ് അന്ന് ഉണ്ടായിരുന്നത്. എല്ലാം ബ്രിട്ടീഷുകാർ യുദ്ധങ്ങൾ നടത്തിയിട്ട് പിടിച്ചടക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിലവർ ഒരുപാട് യുദ്ധങ്ങളുണ്ട്, അത് ഓരോന്നായിട്ട് നമുക്ക് പറയാം. ആദ്യം ആംഗ്ലോ മൈസൂർ വാറാണ്. ബിറ്റ്വീൻ സദേൺ പ്രിൻസ്ലി സ്റ്റേറ്റ് ഓഫ് മൈസൂരും ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിലാണ് യുദ്ധം നടന്നത്. മൈസൂരിലെ ആർമീനെ നയിച്ചത് ഹൈദർ അലിയാണ്. മൈസൂരിൽ ഭരിച്ചിരുന്ന ഹൈദർ അലി, അന്ന് അദ്ദേഹമാണ് അവിടെ ഭരിച്ചിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകനാണ് ടിപ്പു സുൽത്താൻ. സോ കമ്പനിയുടെ ആർമി മൈസൂർ സുൽത്താൻമാരുമായിട്ട് 4 തവണ യുദ്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. പക്ഷേ ഹൈദർ അലി രണ്ടാമത്തെ യുദ്ധത്തിൽ 1782 യുദ്ധം നടക്കുമ്പോൾ ഹൈദർ അലി കൊല്ലപ്പെടുകയാണ്. പിന്നീട് മകൻ ടിപ്പു സുൽത്താൻ യുദ്ധം നയിക്കും. പക്ഷേ 4ാം മൈസൂർ യുദ്ധം നടക്കും 1799. അങ്ങനെ ടിപ്പുവിനെയും കൊല്ലും. ഓക്കെ, അപ്പോൾ ആംഗ്ലോ മൈസൂർ വാർ. ദെൻ ആംഗ്ലോ മറാത്ത വാറാണ് അടുത്തത്. ഇത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും മറാത്ത കിങ്ഡവും തമ്മിലായിരുന്നു. തേർഡ് ആംഗ്ലോ മറാത്ത വാർ. ദ മറാത്ത ടെറിട്ടറീസ് കെയിം അണ്ടർ ബ്രിട്ടീഷ് കൺട്രോൾ. 3ാമത്തെ ആംഗ്ലോ മറാത്ത വാർ നടക്കുമ്പോൾ മറാത്ത കിങ്ഡം ഇവരുടെ അണ്ടറിൽ വരികയാണ്. ഇവർ വിത്ത് ഡിഫീറ്റ് ഓഫ് സിഖ്സ് ഇൻ ദ ആംഗ്ലോ സിഖ്. പിന്നീട് സിഖുകാരുടെ കേസാട്ടോ പറയണത്. പിന്നെ ആംഗ്ലോ സിഖ് വാർ നടക്കുന്നുണ്ട്. ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സിഖുകാരുമായിട്ടാണ്. ആ യുദ്ധത്തോടു കൂടി പഞ്ചാബും ബ്രിട്ടീഷിൻ്റെ റൂളിൽ വരും. അപ്പോൾ ഇവിടെ ഏതൊക്കെ വന്നു? ഇപ്പം മൈസൂർ ഇവരുടെ അണ്ടറിൽ വന്നു, പിന്നെ മറാത്ത കിങ്ഡം, പിന്നെ പഞ്ചാബ്. ഈ 3ഉം ആരുടെ കൺട്രോളിലായി? ബ്രിട്ടീഷുകാരുടെ. ഇനി നമുക്ക് ഇവിടെ ഉള്ളത് The aim of the British was to procure maximum wealth from the conquered territories. പിടിച്ചടക്കിയ ഈ ടെറിട്ടറീസ് നിന്നൊക്കെ മാക്സിമം വെൽത്ത് ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ ഒരു ലക്ഷ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പെർമനൻറ്റ് ലാൻഡ് സെറ്റിൽമെൻറ്റ്, ലാൻഡ് റവന്യൂ സെറ്റിൽമെൻറ്റ് 1793 ബംഗാൾ, ബീഹാർ, ഒഡീഷ റീജിയൻസിലാണ് ഇവർ ഈ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. അന്ന് അത് ചുമതലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ലോർഡ് കോൺവാലിസിനായിരുന്നു. എന്താ പ്രത്യേകത? The zamindars who were the landlords collected high taxes on behalf of the British. ബ്രിട്ടീഷുകാരെ മുൻനിർത്തിയിട്ട് അവിടെ നോക്കി നടത്തുന്ന ലാൻഡ് ലോഡ്സ് ജമീന്ദാർമാർ തന്നെയാണ്. അവരാണ് നികുതി പിരിച്ചത്. ഫാമേഴ്സ് were required to pay fixed amount as tax regardless of fluctuations in yield. ഇപ്പോൾ ഈൽഡിൽ എന്തെങ്കിലുമൊക്കെ കുറവോ പ്രശ്നങ്ങളോ വന്നാൽ പോലും ഒരു ഫിക്സ്ഡ് എമൗണ്ട് ടാക്സ് ആയിട്ട് കൊടുക്കേണ്ട അവസ്ഥയായിരുന്നു ഇതിലുണ്ടായിരുന്നത്. റായത്ത് വാരി സിസ്റ്റം 1820 സൗത്ത് ഇന്ത്യയിലും ഡക്കാലും നടപ്പിലാക്കി. തോമസ് മൺറോ, അലക്സാണ്ടർ റീഡുമാണ്. ഇവിടെ പെസൻസിനെ തന്നെയാണ് ലാൻഡ് ലോഡ്സായിട്ട് കണക്കാക്കിയിട്ടുണ്ടായിരുന്നത്. ഫാമേഴ്സിൽ നിന്ന് ബ്രിട്ടീഷുകാർ ഡയറക്റ്റ് ആയിട്ട് ടാക്സ് പിരിക്കുന്നു.
ഇനി കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ആ ലാൻഡ് ബ്രിട്ടീഷുകാർ പിടിച്ചടക്കും. ഓക്കെ, മഹൽവാരി സിസ്റ്റം 1822 ആണ്. നോർത്ത് ഇന്ത്യ, സെൻട്രൽ ഇന്ത്യ പഞ്ചാബിലാണ്. ഹോൾട്ട് മെക്കൻസി ആയിരുന്നു അതിൻ്റെ എക്സിക്യൂട്ടീവ് ആയിട്ട് ഉണ്ടായിരുന്നത്. ഇവിടെ വില്ലേജസിനെ കംപ്ലീറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് ആയിട്ട് എടുത്തു. ഒരു വില്ലേജിൽ നിന്ന് ഒറ്റ ടാക്സ് കളക്ട് ചെയ്യുന്നതായിരുന്നു. ടാക്സ് പേയ്മെൻറ്റ് കൊടുത്തില്ല എങ്കിൽ ആ വില്ലേജ് ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർത്തും. ഇതായിരുന്നു അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ജനറൽ ഫീച്ചേഴ്സ് ഓഫ് ദ ടാക്സേഷൻ സിസ്റ്റംസ് ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് ആണ്. എല്ലാത്തിലും കോമൺ ആയിട്ടുള്ള ഫീച്ചർ ഹയർ ടാക്സ് റേറ്റ് ആണ്. കളക്റ്റഡ് ടാക്സ് ഡയറക്ട്ലി ഫ്രം ഫാമേഴ്സ്, മാൻഡേറ്ററി പേയ്മെൻറ്റ് ഓഫ് ടാക്സ് റിഗാർഡ്ലെസ് ഓഫ് ഫ്ലക്ച്വേഷൻ ഇൻ ഈൽഡ്, സീസ്ഡ് ദ ലാൻഡ് ഫാമേഴ്സ് ഹു ഫെയിൽ ടു പേ ടാക്സ്. അപ്പോൾ ഈ ബ്രിട്ടീഷുകാരുടെ ഈ ടാക്സ് സിസ്റ്റം ഇത്രയും കൂടുതലായതുകൊണ്ട് തന്നെ ഫാമേഴ്സിന് എന്ത് ചെയ്യേണ്ടി വന്നു? മണി ലെൻഡേഴ്സ്, പലിശക്കാരുടെ കയ്യിൽ നിന്നൊക്കെ കടം വാങ്ങിയിട്ട് ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥയായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇതെന്തിനു കാരണമായി? ഇവർ കടക്കെണിയിൽ പെട്ടു. അങ്ങനെ പൈസ കൊടുക്കാൻ വയ്യാണ്ടായപ്പോൾ മണി ലെൻഡേഴ്സ് ഇവരുടെ ലാൻഡെല്ലാം പിടിച്ചടക്കി. ഓക്കെ, അങ്ങനെ പുതിയൊരു ലീഗൽ സിസ്റ്റം വരികയാണ്. ആൻഡ് ടാക്സ് സിസ്റ്റം ഓഫ് ദ ബ്രിട്ടീഷ് എൻകറേജ്ഡ് മണി ലെൻഡേഴ്സ്. ഇൻസ്റ്റെഡ് ഓഫ് ഫുഡ് ക്രോപ്സ് ദ ബ്രിട്ടീഷ് ഫോഴ്സ്ഡ് ദ ഫാമേഴ്സ് ടു ഗ്രോ ക്യാഷ് ക്രോപ്സ്. അപ്പോൾ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ബ്രിട്ടീഷുകാർ ഇവരോട് നിങ്ങൾ ഭക്ഷ്യധാന്യങ്ങൾ കൃഷി ചെയ്യുന്നതിന് പകരം മറ്റേ ക്യാഷ് ക്രോപ്സ് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരോട് പറയുകയാണ്. അങ്ങനെ അതിലും ഒരുപാട് ചൂഷണം ചെയ്തു. ഇനി ഹൗ ദ ബ്രിട്ടീഷ് ടാക്സ് പോളിസീസ് അഫക്റ്റഡ് ഫാമേഴ്സ് എന്നാണ് ചോദ്യം. ബ്രിട്ടീഷുകാരുടെ ടാക്സ് പോളിസീസ് എങ്ങനെയാണ് ഫാമേഴ്സിനെ ബാധിച്ചത്? ഫാമേഴ്സ് ഫൗണ്ട് ഇറ്റ് ഡിഫിക്കൽട്ട് ടു പേ ഹൈ ടാക്സസ്. Even if crops were damaged due to flood or drought, there was no tax relief. Farmers had to rely on moneylenders to avoid losing their farmland. Debt-ridden farmers lost their land. ഇങ്ങനെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Discuss and prepare a note on how the economic policies of the British affected the farmers and artisans. ഇത് നോക്കുക, ഇതിൻ്റെ ഉത്തരങ്ങളാണ്, ഞാൻ വായിക്കുന്നില്ല. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ അറിയിക്കുക. ഇത് പാർട്ട് 1 ക്ലാസ് ആണ്. പാർട്ട് 2 ക്ലാസ്സിൽ നമ്മളിതിൻ്റെ ആക്ടിവിറ്റീസ് അടക്കം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ് ആയിരിക്കും. അപ്പോൾ ക്ലാസ്സുകൾ തുടർന്നും കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.